കാർഷിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക സഭാ സമ്മേളനം വിളിച്ചു ചേർക്കണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റിലേക്ക് ഇന്ന് കർഷകർ മാർച്ച് നടത്തും. ഇന്നലെ ദില്ലിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കർഷകർ പദയാത്രയായി രാംലീല മൈതാനിൽ എത്തിച്ചേർന്നിരുന്നു. 210ഓളം കർഷക സംഘടനകളുടെ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കാർഷിക പ്രശ്നങ്ങൾ അവഗണിച്ച് വർഗീയ വിഭജനത്തിന് ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരായ മുന്നറിയിപ്പാണ് ദില്ലിയിൽ നടക്കുന്ന കർഷക മാർച്ച്. 5 ഭാഗങ്ങളായി കേന്ദ്രീകരിച്ച കർഷകർ ഇന്നലെ രാജ്യ തലസ്ഥാനത്തേക്ക് പദയാത്ര നടത്തി. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകർ ഭരത്ഗറിൽ നിന്നും 24 കിലോമീറ്റർ കാൽനടയായി രാംലീല മൈതാനിയിൽ ഇന്നലെ വൈകുന്നേരത്തോടെ എത്തിച്ചേർന്നു. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള കർഷക മാർച്ച് നിസാമുദ്ദീനിൽ നിന്നുമാണ് ആരംഭിച്ചത്. രാംലീല മൈതാനിയിൽ ഒത്തുചേർന്ന കർഷക സംഘടനകൾ ഇന്ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തും. വിവിധ കക്ഷി നേതാക്കന്മാർ കർഷകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. മഹാരാഷ്ട്രയിൽ നിന്നുള്ള MP രാജു ഷെട്ടി, കേരളത്തിൽ നിന്നുള്ള KK രാഗേഷ് MPയും കർഷകർക്കായി 2 സ്വകാര്യ ബില്ലുകൾ പാർലമെന്റിൽ അവതരിപ്പിച്ചിരുന്നു. കിസാൻ മുക്തി ബില്ലുകൾ എന്നറിയപ്പെടുന്ന ഇവ ചർച്ച ചെയ്യാൻ പ്രത്യേക സഭാ സമ്മേളനം വിളിച്ചു ചേർക്കണമെന്നാണ് പ്രധാന ആവശ്യം. വരുമാനം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ബില്ലും അതുപോലെ തന്നെ കാർഷിക കടങ്ങൾ എഴുതി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള 2 ബില്ലുകളാണ് പാർലമെന്റിന് മുന്നിൽ ഞങ്ങൾ 2 MPമാർ രാജ്യസഭയിൽ ഞാനും ലോക്സഭയിൽ രാജു ഷെട്ടി എന്ന് പറയുന്ന മറ്റൊരു MPയും അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ബില്ല് പാസ്സാക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. 210ഓളം കർഷക സംഘടനകളുടെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. നേഷൻ ഫോർ ഫാർമേഴ്സ് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിലും കർഷകർക്ക് പിന്തുണയുമായി യുവതിയുവാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. മേധാ പട്കറെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകരും സമരത്തിന്റെ മുൻനിരയിലുണ്ട്. കടക്കണിയിലായി ആത്മഹത്യ ചെയ്ത കർഷകരുടെ ചിത്രങ്ങളും പേറിയാണ് പല കുടുംബങ്ങളും സമരത്തിനെത്തിയിരിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റ് ഒരു ദിവസമെങ്കിലും കർഷകരുടെ പ്രശ്നങ്ങൾ കേൾക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറയുകയാണ് ഈ സമരം. ദില്ലിയിൽ നിന്നും ക്യാമറാമാൻ അതുലിനൊപ്പം സന്തോഷ് സർലിംഗ്. ശബരിമലയിൽ പ്രതിഷേധം കെട്ടടങ്ങുമ്പോൾ തീർത്ഥാടനം സാധാരണ നിലയിലേക്ക് എത്തിത്തുടങ്ങി. അന്യസംസ്ഥാനത്ത് നിന്നടക്കം കൂടുതൽ തീർത്ഥാടകരെ പ്രതീക്ഷിച്ച് ദേവസ്വം ബോർഡ്. പ്രതിഷേധങ്ങളെ തുടർന്ന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളിലും ഇളവ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സന്നിധാനത്ത് നിന്നും ലെസ്ലി ജോൺ ചേരുകയാണ്. ലെസ്ലി, ഇന്ന് എങ്ങനെയാണ് സന്നിധാനത്തുള്ള ഭക്തജന തിരക്ക്? സന്നിധാനം പഴയ സ്ഥിതിയിലേക്ക് എത്തുന്നു എന്നുള്ളതിന്റെ സൂചക തന്നെയാണ് ഇന്നും ലഭിക്കുന്നത്. വലിയ തോതിലുള്ള തിരക്ക് ഇന്നും അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ 4 മണിക്ക് നട തുറന്ന് 4 മണിക്കോളം ശേഷം വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. വലിയ തോതിൽ തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തിച്ചേരുന്നു. നാളെ വരെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഒരേ സമയം മിനിറ്റിൽ 85ഓളം ആളുകളെ കയറ്റിവിടേണ്ട രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. എല്ലാ പടികളിലും തൊട്ടുതൊടാനുള്ള അവസരം ഇതോടുകൂടി ഇല്ലാതാകുന്ന ഒരവസ്ഥയും ഉണ്ട്. എന്തായാലും ശുഭസൂചകമായ ഒരു വാർത്ത തന്നെയാണ്. സന്നിധാനം പഴയ നിലയിലേക്ക് എത്തുന്നു, തിരക്ക് വർദ്ധിക്കുന്നു, തീർത്ഥാടകർ ഭയാശങ്കകളില്ലാതെ സന്നിധാനത്തേക്ക് എത്തുന്നു എന്നുള്ളത്. മറ്റൊരു പ്രധാന കാര്യം, ഇന്ന് 9 മണിക്ക് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാർ, ശങ്കർദാസ് അംഗം ശങ്കർദാസ് തുടങ്ങിയവരും ദേവസ്വം ഉദ്യോഗസ്ഥരും വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മണ്ഡലം കാലത്ത് നടത്തേണ്ട ക്രമീകരണങ്ങൾ, പമ്പ, നിലയ്ക്കൽ, ഒപ്പം തന്നെ സന്നിധാനം എന്നിവിടങ്ങളിൽ നടത്തേണ്ട ക്രമീകരണങ്ങൾ, ഈ ക്രമീകരണങ്ങൾ സംബന്ധിച്ച വിശദമായ ചർച്ച ഇന്നത്തെ യോഗത്തിലുണ്ടാകും. പുതിയതായി എന്തെല്ലാം കാര്യങ്ങൾ നടത്തണം, ഏതെല്ലാം തരത്തിലായിരിക്കണം ഇത്തരത്തിൽ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടത്, പുതുതായി എന്തൊക്കെ ഒരുക്കണം എന്നുള്ള കാര്യത്തിൽ ഇന്നത്തെ യോഗത്തിൽ തീരുമാനമാവും. ഏറ്റവും പ്രധാനമായത് അരവണ സംബന്ധിച്ച വിഷയമാണ്. അരവണ വിൽപ്പനയും കാര്യക്ഷമമായി മുൻപോട്ട് കൊണ്ടുപോകാനുള്ള നടപടികളുണ്ടാകും. അരവണ നിറയ്ക്കുന്ന ഡെപ്പിയുടെ ചില കുറവ് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ദേവസ്വം ബോർഡ് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള തീർത്ഥാടന തിരക്ക് നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇന്ന് നിരോധനാജ്ഞ അവസാനിക്കുന്ന ദിനം കൂടിയാണ്. അർദ്ധരാത്രിയോടുകൂടി നിരോധനാജ്ഞ അവസാനിക്കും. എന്നാൽ സുരക്ഷയുടെ ഭാഗമായി ഈ റവന്യൂ വകുപ്പിന്റെയും ഒപ്പം തന്നെ പോലീസിന്റെയും റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇത് നിലനിർത്താനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. കാരണം വളരെ സൗഹാർദ്ദപരമായ അല്ലെങ്കിൽ സുരക്ഷിതമായ തീർത്ഥാടന കാലം ഒരുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിരോധനാജ്ഞ
സഹായകരമാവുന്ന നിലയാണ് നാം ഇതുവരെ കണ്ടുവന്നിരിക്കുന്നത്. അനാവശ്യമായ കൂട്ടം കൂടലുകളും അല്ലെങ്കിൽ പ്രതിഷേധങ്ങളും ഒഴിവാക്കുന്നതിന് വേണ്ടി നിരോധനാജ്ഞ നിലനിർത്തേണ്ട ആവശ്യകത ഉണ്ട് എന്നാണ് പോലീസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൂടിയായിരിക്കും ഇലവങ്കൽ, നിലയ്ക്കൽ, സന്നിധാനം, ഒപ്പം തന്നെ പമ്പ എന്നിവിടങ്ങളിലെ നിരോധനാജ്ഞ നീട്ടണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഇന്ന് തീരുമാനമെടുക്കുക. ഒരുപക്ഷെ ഇലവെങ്കിലും നിലയ്ക്കലും നിരോധനാജ്ഞ ഒഴിവാക്കിക്കൊണ്ട് പമ്പയിലും സന്നിധാനത്തും മാത്രമായി ഇത് പരിമിതപ്പെടുത്താനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കാരണം പമ്പയും സന്നിധാനത്തും ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധത്തിന് മുഖം തുറക്കാതിരിക്കാൻ നിരോധനാജ്ഞ നിലനിൽക്കേണ്ട ആവശ്യകത ഉണ്ട് എന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഒപ്പം തന്നെ 15 ദിവസം പിന്നിടുമ്പോൾ പുതിയ പോലീസ് സേനാ വിഭാഗം സുരക്ഷയുടെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് ഉണ്ടാകും. കാരണം ആദ്യ 15 ദിവസത്തെ ഡ്യൂട്ടി ഇന്ന് സമാപിക്കുകയാണ്. ഇതിനുശേഷം ഇന്ന് പുതിയ ഉദ്യോഗസ്ഥന്മാരും പോലീസുകാർ പുതിയ ബാച്ചും ഇന്ന് ശബരിമലയുടെ സുരക്ഷാ ചുമതല ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. പമ്പ, നിലയ്ക്കൽ, പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിൽ IG ദിനേന്ദ്ര കശുപിന്റെ നേതൃത്വത്തിലും നിലയ്ക്കൽ, എരുമേലി, വടശ്ശേരിക്കര എന്നിവിടങ്ങളിൽ അശോക് യാദവിന്റെ നേതൃത്വത്തിലുമുള്ള IG അശോക് യാദവിന്റെ നേതൃത്വത്തിലുമുള്ള പോലീസ് സംഘം മേൽനോട്ടത്തിലായിരിക്കും പോലീസ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. നിലയ്ക്കലിൽ SP മഞ്ജുനാഥിന്റെ നേതൃത്വത്തിലും സന്നിധാനത്ത് SP കറുപ്പുസ്വാമിയുടെ നേതൃത്വത്തിലുമാണ് ഇത്തരത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾക്ക് മേൽനോട്ടം നൽകുന്നത്. ഏകദേശം 6ഓളം പോലീസ് സൂപ്രണ്ടുമാരാണ് സന്നിധാനത്തിന്റെയും പമ്പയുടെയും നിലയ്ക്കലിന്റെയും എരുമേലിയുടെയും എല്ലാം തന്നെ സുരക്ഷാ ചുമതലയുമായി നിൽക്കുന്നത്. 16,000-ഓളം പോലീസ് സേനാ അംഗങ്ങളും ഇന്ന് ഇതിന്റെ ഭാഗമായി സുരക്ഷയുടെ ഭാഗമായി എത്തിയിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരക്ക് അതിന്റെ ക്രമാതീതമായ വർധനവ് ഉണ്ടായിരിക്കുന്നു. ശബരിമലയെ സംബന്ധിച്ച് തീർത്ഥാടകർക്ക് മറ്റാശങ്കകളില്ലാതെ ശബരിമലയിൽ ദർശനം നടത്തുന്നതിനുള്ള ശുഭകരമായ അവസ്ഥയിലേക്ക് സന്നിധാനം മാറിയിരിക്കുന്നു. അതിന്റെ സന്തോഷവും ശരണം വിളിയുമാണ് ഉള്ളത്. പ്രതിഷേധത്തിന്റെ ശരണം വിളിയിൽ നിന്നും വ്യത്യസ്തമായി വിശ്വാസത്തിന്റെ ശരണം വിളിയിലേക്ക് സന്നിധാനം വീണ്ടും മടങ്ങിയെത്തുന്നു എന്നുള്ള ഏറ്റവും പ്രധാനമായ വാർത്തയിലേക്ക് തന്നെ നമുക്ക് എത്തേണ്ടി വരും. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തീർത്ഥാടന കാലത്തെ ഏറ്റവും വലിയ തിരക്കിന് ഇന്ന് സാക്ഷിയാക്കാനുള്ള സാധ്യതയാണുള്ളത്. കാരണം പമ്പയിൽ നിന്നും വലിയ തോതിലുള്ള ഭക്തന്മാരുടെ ഒരു തിരക്ക് ഇങ്ങോട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ 4 മണിക്ക് നിർമ്മാല്യ ദർശനം തൊഴാനും ഉൾപ്പെടെയുള്ള രാവിലെ 3 മണിക്ക് നട തുറന്നതിന് ശേഷം 4 മണിയോടുകൂടി വലിയ തോതിലുള്ള ഒരു ഭക്തജന പ്രവാഹം ഇങ്ങോട്ട് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇത് ഇപ്പോഴും നിലയ്ക്കാതെ തുടരുകയും ചെയ്യുകയാണ്. ഇത്തരത്തിൽ വലിയ തോതിലുള്ള മലകയറ്റം ഉണ്ടാകുന്ന അതേ ഘട്ടത്തിൽ തന്നെ 4 മണിക്ക് ശേഷം വലിയ തോതിൽ തൊഴുതുമടങ്ങുന്ന ആളുകളുടെ എണ്ണവും ഉണ്ടാകുന്നു. ഏറ്റവും കുറഞ്ഞ സമയം സന്നിധാനത്ത് ദർശനത്തിന് ശേഷം കുറഞ്ഞ സമയം ചെലവഴിക്കുക എന്നുള്ള പോലീസിന്റെ തീരുമാനത്തിനനുസൃതമായി തന്നെ തീർത്ഥാടകരും പ്രവർത്തിക്കുന്നു എന്ന് വേണം നമുക്കിതിന് മനസ്സിലാക്കാൻ. എല്ലാവരും ആശ്വാസമായി വരികയും തൊഴുകയും ചെയ്യുന്നു, വഴിപാടുകൾ നടത്തുന്നു. വഴിപാടിന് ശേഷം കൂടുതൽ ആളുകൾ ഇവിടെ തങ്ങാതിരിക്കുന്ന ഒരവസ്ഥയുമുണ്ട്. എന്തായാലും നിരോധനാജ്ഞയിൽ ഇളവ് നിലവിൽ തന്നെ സന്നിധാനത്ത് നിലനിൽക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇത്തരം തീർത്ഥാടന തിരക്കുണ്ടാകുക സ്വാഭാവികമാണ്. എന്തായാലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കർണാടക, ആന്ധ്ര, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും പോണ്ടിച്ചേരിയിൽ നിന്നും എല്ലാം തന്നെയുള്ള ഭക്തജനങ്ങളുടെ ഒരു തിരക്ക് നമുക്ക് ഇവിടെ വീക്ഷിക്കാൻ കഴിയും. എന്തായാലും മലയാളികളുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്ന വാർത്തകൾ കേരളത്തിൽ പ്രചരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ സംസ്ഥാനത്തിലെ അമ്പലങ്ങളെ 1258 ക്ഷേത്രങ്ങളെ തകർത്താനുള്ള ആസൂത്രിത നീക്കം നടക്കുന്നു എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ഇത് ശരിവെക്കുന്ന തരത്തിലാണ് മലയാളികളുടെ എണ്ണക്കുറവ് കാണിക്കുന്നത്. അത്തരത്തിൽ വ്യാജമായ പ്രചരണം നടത്തുന്നവർക്ക് സങ്കുചിത താല്പര്യങ്ങളുണ്ട്. സ്വകാര്യ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവയെ വളർത്തുന്നതിന് വേണ്ടിയാണ് 1258 ക്ഷേത്രങ്ങളെ തകർക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ സംഘപരിവാർ പ്രചരണം നടത്തുന്നത്. ഈ പ്രചരണത്തിൽ നിന്നും പിന്മാറണമെന്ന അഭ്യർത്ഥനയും അദ്ദേഹം മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും സന്നിധാനം വളരെ ശാന്തമാണ്. ക്രമാതീതമായി വർദ്ധിക്കുന്ന തീർത്ഥാടന തിരക്ക് ശുഭകരമായ സൂചകങ്ങൾ തന്നെയാണ് നൽകുന്നത്. തീർച്ചയായും ലെസ്ലി, ഇപ്പോൾ സന്നിധാനത്ത് സമാധാനപരമായ ഒരു അന്തരീക്ഷമാണുള്ളത്. അത് മറ്റൊന്നും കൊണ്ടല്ല, നിരോധനാജ്ഞ ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്ന അതുപോലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കിയത് കൊണ്ടാണ് ഇപ്പോൾ സമാധാനപരമായ ഒരു അന്തരീക്ഷം സന്നിധാനത്ത് തിരികെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് അർദ്ധരാത്രി നിരോധനാജ്ഞ അവസാനിരിക്കുന്ന സാഹചര്യത്തിൽ നിരോധനാജ്ഞ നീട്ടാനുള്ള സാഹചര്യം എത്രത്തോളമാണ്?
തീർച്ചയായും നിരോധനാജ്ഞ നീട്ടുന്നതുമായി ബന്ധപ്പെട്ട് പോലീസിൽ നിന്നും റവന്യൂ വകുപ്പിൽ നിന്നും ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് ലഭിക്കേണ്ടതുണ്ട്. ഇന്ന് അർദ്ധരാത്രിയോടുകൂടിയാണ് നിലവിൽ നിരോധനാജ്ഞ നിലനിൽക്കുന്ന അതിന്റെ കാലാവധി അവസാനിക്കുന്നത്. ഇതിനുശേഷം പോലീസിന്റെയും റവന്യൂ വകുപ്പിന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനം കൂടി കണക്കിലെടുത്തായിരിക്കും ഇത്തരത്തിലൊരു തീരുമാനം നീട്ടണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ സംബന്ധിച്ച് എടുക്കുക. ഏറ്റവും പ്രധാനമായത് BJP സംഘപരിവാർ സംഘടനകളുടെ സമരം സന്നിധാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു. അത് സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് ഇത്തരം സമരങ്ങൾ മാറ്റാനുള്ള രാഷ്ട്രീയ തീരുമാനം BJP എടുത്തിരിക്കുന്നു. സെക്രട്ടറിന് മുന്നിൽ അനിശ്ചിതകാല സമരം നടത്തുന്ന സ്ഥിതിയിലേക്ക് സന്നിധാനത്ത് നിന്നും സമര കേന്ദ്രം മാറ്റുക എന്നുള്ള ഉദ്ദേശം കൂടി ഉണ്ട്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ ദിവസം രാത്രിയും നാമജപ ശരണ മന്ത്ര പ്രതിഷേധവുമായി വലിയൊരു കൂട്ടം മാളികപ്പുറത്തിന് താഴെ ഇന്നലെയും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഒരു മാധ്യമത്തിന്റെ പ്രതിദിന പരിപാടിയായി മാറുന്ന തരത്തിലേക്ക് നാമജപം മാറുന്നു എന്നുള്ള ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ശബരിമലയെ ഒരു രണഭൂമിയാക്കാനോ ഒരു സമരഭൂമിയാക്കാനോ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കൃത്യമായ സന്ദേശം ഭക്തർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായി തങ്ങൾക്ക് ഇവിടെ ദർശനം നടത്തി മടങ്ങാനുള്ള അവസരമുണ്ട് എന്നുള്ളത് ഇതിനോടകം തന്നെ മറ്റു സംസ്ഥാനങ്ങളുടെയും കേരളത്തിലെയും പൊതുവായ ഒരു സന്ദേശം ഉയർന്നിട്ടുണ്ട്. ഇതനുസരിച്ചുള്ള നടപടികളാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇതനുസരിച്ചുള്ള ഒരു പ്രതിഫലനമാണ് തീർത്ഥാടകരുടെ തിരക്കിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സന്നിധാനത്ത് ഇപ്പോൾ സമാധാനപരമായ അന്തരീക്ഷം കൈവന്നിരിക്കുന്നു. അതിന്റെ വിശദമായ വിവരങ്ങളാണ് സന്നിധാനത്ത് നിന്നും ലെസ്ലി ജോൺ നൽകിയത്. ഇനി പമ്പിൽ നിന്നും ഗീവർഗീസ് കൂടി വിവരങ്ങൾ നൽകാനുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. ശബരിമല വിഷയത്തിൽ ഇന്നും നിയമസഭയിൽ പ്രതിഷേധമുയർത്താൻ പ്രതിപക്ഷ തീരുമാനം. കഴിഞ്ഞ 2 ദിവസങ്ങളിലും ഇതേ വിഷയത്തിലുള്ള പ്രതിപക്ഷ പ്രതിഷേധം സഭ സ്തംഭിപ്പിച്ചിരുന്നു. ശബരിമലയിലെ നിരോധനാജ്ഞ പിൻവലിക്കുക, അടിസ്ഥാന സൗകര്യമില്ല എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കഴിഞ്ഞ 2 ദിവസം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ശബരിമല വിഷയം തന്നെ തുടർച്ചയായി ഉന്നയിക്കണമെന്ന UDF തീരുമാന പ്രകാരമാണ് പ്രതിപക്ഷ തീരുമാനം. ശബരിമലയിലെ നിരോധനാജ്ഞ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രത്യേകമായ നിർദ്ദേശങ്ങളൊന്നും നൽകാറില്ലെന്ന് DGP ലോക്നാഥ് ബെഹ്റ. SP-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറാണ് അത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ശബരിമലയിലെ നിരോധനാജ്ഞ പിൻവലിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു DGP ലോക്നാഥ് ബെഹ്റയുടെ മറുപടി. അവരുടെ ഡിസ്ട്രിക്ട് പോലീസ് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് convince ആയ ശേഷം they have to send a report. Again the district magistrate has to also use his discretion. അത് നോക്കിയിട്ട് മാത്രം ചെയ്യണം. ഞാൻ അതിലൊരു ടിപ്പണി ഒരു കമൻറ്റ് കൊടുക്കാൻ പോകുന്നില്ല. അത് നമ്മുടെ അങ്ങനെ ഒരു റിപ്പോർട്ട് പോലീസ് ഹെഡ് ക്വാർട്ടർ വരെ അങ്ങനെ വരാൻ ഒരു ആവശ്യമൊന്നുമില്ല. ദാറ്റ് ഈസ് ദ നിയമം. പരമോന്നത നീതിപീഠത്തിലെ പ്രധാന മലയാളി മുഖമായ ജസ്റ്റിസ് കുര്യൻ ജോസഫ് സുപ്രീംകോടതിയിൽ നിന്ന് പടിയിറങ്ങി. 5 വർഷത്തിലേറെ സുപ്രീംകോടതിയിലെ ജുഡീഷ്യൽ സർവീസിലുണ്ടായിരുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഏറ്റവുമധികം വിധികൾ എഴുതിയ സുപ്രീംകോടതി ജഡ്ജിമാരുടെ പട്ടികയിലെത്തിയ ആദ്യ മലയാളിയാണ്. ജഡ്ജിമാർ സഹാനുഭൂതിയോടെ ഭരണഘടനയെ വ്യാഖ്യാനിക്കണമെന്നാലേ സഹാനുഭൂതിയോടെ വിധി എഴുതാൻ സാധിക്കുകയുള്ളൂവെന്ന് ജസ്റ്റിസ് കുര്യൻ ജോസഫ് വിടവാങ്ങൽ പ്രസംഗത്തിനിടെ വ്യക്തമാക്കി. സുപ്രീം കോടതി ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യാത്രയയപ്പ് ചടങ്ങിൽ പങ്കെടുത്തവർ നിരവധിയാണ്. ആ നിരവധി പേർക്കും കുര്യൻ ജോസഫിനെ കുറിച്ച് സംസാരിക്കാൻ പലതുമുണ്ട്. രാജ്യത്തിന്റെ വിപരീത ധ്രുവങ്ങളിൽ നിന്നുള്ളവരായിരുന്നെങ്കിലും വ്യക്തിപരമായി അടുത്ത സുഹൃത്തുക്കളാകാൻ കഴിഞ്ഞതിന്റെ സന്തോഷമാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്ക് പങ്കുവയ്ക്കാനുണ്ടായിരുന്നത്. എല്ലാത്തിനും ഉത്തരങ്ങളുമായി നിൽക്കുന്ന ആളായിരുന്നു കുര്യൻ ജോസഫ് എന്നും അദ്ദേഹം പറഞ്ഞു. He worked in the Kerala High Court and the Himachal High Court. I worked in the Guwahati High Court. We are again separated by a huge distance, but somehow we kept in touch. He was a personal friend, always ready with an answer. Kurian, thank you. സുപ്രീം കോടതി കണ്ട ഏറ്റവും മികച്ച ജഡ്ജിയെ തിരഞ്ഞെടുക്കാൻ വോട്ടെടുപ്പ് നടത്തിയാൽ ജസ്റ്റിസ് കുര്യൻ ജോസഫ് 1ാം സ്ഥാനത്ത് എത്തുമെന്നാണ് അറ്റോർണി ജനറൽ KK വേണുഗോപാലിന് പറയാനുണ്ടായത്. മതങ്ങളും ഭാഷയും സംസ്കാരവും അടക്കമുള്ള വൈരുദ്ധ്യങ്ങൾക്കിടയിലും ഇന്ത്യ ഒന്നാകുന്നത് ഭരണഘടന കാരണമാണ്. ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്ന ജഡ്ജിമാർ രാജ്യത്തിന്റെ വൈരുദ്ധ്യവും മനസ്സിൽ വെക്കണമെന്നും ജസ്റ്റിസ് കുര്യൻ ജോസഫ് വ്യക്തമാക്കി. I wanted to touch on the constitutional compassion. Compassion from the court is not the charity of a judge. It is the bounden duty of a constitutional court. The first thing, a judge should have some compassion. Unless the judge has some compassion, there is no point in interpreting law on compassionate appointment. നിയമം പഠിച്ചവരുടെ മൗനമാണ് നിയമം പഠിക്കാത്തവരുടെ ചെയ്തികളേക്കാൾ അപകടകരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊതുതാൽപര്യ ഹർജികൾ എന്ന പേരിൽ സുപ്രീം കോടതിയിലെത്തുന്ന കേസുകൾ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഭാരമാകുന്നുണ്ടെന്ന ആശങ്കയും അദ്ദേഹം പങ്കുവച്ചു.
കോടതിയുടെ സഹായത്തോടെയുള്ള തർക്ക പരിഹാരത്തിനായിരുന്നു തന്റെ സേവനകാലത്ത് ശ്രദ്ധ പതിപ്പിച്ചതെന്നും അത് പരിപൂർണ സംതൃപ്തി നൽകുന്നുവെന്നും കുര്യൻ ജോസഫ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. തിരികെ ശബരിമല വാർത്തകളിലേക്ക് പോവുകയാണ്. സന്നിധാനത്ത് സ്ഥിതി ഇപ്പോൾ ശാന്തമായിരിക്കുകയാണ്. പഴയ സമാധാന അന്തരീക്ഷമാണ് സന്നിധാനത്ത് കൈവന്നിരിക്കുന്നത്. അതേസമയം ഇന്ന് അർദ്ധരാത്രിയോടെ തന്നെ നിരോധനാജ്ഞ അവസാനിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നിരോധനാജ്ഞ നീട്ടണമോ വേണ്ടോ എന്ന കാര്യത്തിൽ ഇന്നു തന്നെ ഒരു തീരുമാനമുണ്ടാകും. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ശബരിമലയിൽ ഒരുക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു യോഗം ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഇന്ന് 9 മണിക്ക് സന്നിധാനത്ത് വെച്ച് ചേരുകയും ചെയ്യും. ഇതിന്റെല്ലാം വിശദമായ വിവരങ്ങളാണ് സന്നിധാനത്ത് നിന്നും ലെസ്ലി ജോൺ നൽകിയത്. ഇനി പമ്പയിലെ വിശേഷങ്ങൾ അറിയാനുണ്ട്. പമ്പയിൽ നിന്ന് ഇപ്പോൾ ഗീവർഗീസ് ചേരുകയാണ്. ഗീവർഗീസ്, എങ്ങനെയാണ് പമ്പയിലെ നിലവിലെ സ്ഥിതി? എങ്ങനെയാണ് ഇന്ന് നിരോധനാജ്ഞ തീരുന്ന സാഹചര്യത്തിൽ ഏതൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ വേണം? അതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ ഇന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏതൊക്കെ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ അവിടെ ഉള്ളത്? ജീന, രാവിലെ മുതൽ നല്ല തിരക്ക് തന്നെയാണ്, ഭക്തരുടെ തിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇന്നലെ 12 മണി വരെ 51,000 പേരാണ് ദർശനത്തിനായി എത്തിച്ചേർന്നത്. 12 മണിക്ക് ശേഷം രാവിലെ 7:30 വരെയുള്ള കണക്കനുസരിച്ച് 14,000-ഓളം പേർ ഇവിടെ ദർശനത്തിനായി എത്തിച്ചേർന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കൂടാതെ ഇന്നലെ KSRTC 750 സർവീസുകളാണ് നിലയ്ക്കൽ നിന്ന് പമ്പ വരെ നടത്തിയിരിക്കുന്നത്. ഇത് KSRTCയുടെ ഇതുവരെയുള്ളതിൽ ഏറ്റവും റെക്കോർഡ് എന്ന് തന്നെ പറയാം. ഏറ്റവും മികച്ച സർവീസ് തന്നെയാണ് KSRTC ഈ ദിവസങ്ങളിൽ തിരക്ക് കൂടിയോടെ തന്നെ നടത്തുന്നത്. ഇന്ന് രാവിലെ തന്നെ ഏകദേശം 250ഓളം സർവീസുകൾ ഇതുവരെ നടത്തിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് KSRTC അധികൃതർ അറിയിക്കുന്നത്. രാവിലെ മുതൽ തന്നെ നല്ലൊരു തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. കൂടാതെ ഇന്ന് നിരോധനാജ്ഞ അവസാനിക്കുന്ന ദിവസമാണ്. മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ 15-ാം തീയതി മുതൽ 22-ാം തീയതി വരെ ഒരാഴ്ച കാലയളവിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് 19-ാം തീയതി ആക്രമണ പ്രവർത്തനത്തിന് ശേഷം നടന്നതിന് ശേഷം 22 മുതൽ 26 വരെ നിരോധനാജ്ഞ നീട്ടിയിരുന്നു. എന്നാൽ 24-ാം തീയതി നടന്ന അറസ്റ്റുമായി ബന്ധപ്പെട്ട് വീണ്ടും 30 വരെ, അതായത് ഇന്ന് വരെ നീട്ടുകയായിരുന്നു. ഇന്നും നീട്ടാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് വിവരങ്ങൾ ഇത് ചെയ്യുന്നത്. എന്നാൽ നിലവിലെ സ്ഥിതി എല്ലാം അനുസരിച്ച് മാത്രമേ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്താവുകയുള്ളൂ. എന്ത് തന്നെയാലും പത്തനംതിട്ട ജില്ലാ പോലീസ് അധികാരി ഉൾപ്പെടെ ആളുകൾ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. എന്ന് തന്നെയാലും അത് മണ്ഡലകാലയളവ് അവസാനിക്കുന്നവരെ നിരോധനാജ്ഞ നീട്ടണം, എന്നാൽ മാത്രമേ സമാധാനത്തോടെ എല്ലാവർക്കും, അതായത് ദർശനത്തിന് എത്തുന്നവർക്കെല്ലാം ഇവിടേക്ക് എത്തിച്ചേരാനും ദർശനത്തിനും കഴിയൂ എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. എന്ത് തന്നെയാലും പൂർണ്ണമായ സുരക്ഷാ സംവിധാനമാണ് പോലീസ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ഇവിടെ ഇന്ന് പുതിയ IG ദിനേന്ദ്ര കശ്യപ്, പമ്പ സന്നിധാനത്തിന്റെ ചുമതലയുള്ള ദിനേന്ദ്ര കശ്യപ് ഇന്ന് ചുമതലയെടുക്കും. കൂടാതെ കാളിരാജ് മഹേഷ് കുമാറാണ് പമ്പയുടെ ചുമതലയുള്ള ഓഫീസർ. കൂടാതെ വൈകുന്നേരത്തോടെ തന്നെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നേതൃത്വത്തിൽ ഒരു യോഗം ഇന്ന് ചേരുന്നുണ്ടെന്നാണ് കിട്ടുന്ന വിവരം. ഇതിനുശേഷം മാത്രമായിരിക്കും പമ്പയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും മറ്റും ചർച്ച ഉണ്ടാവുകയുള്ളൂ. ജീന, ഇവർ അതുപോലെ സമാധാനമായ ഒരു അന്തരീക്ഷം തിരികെ വന്നതിൽ വലിയൊരു പങ്ക് നിരോധനാജ്ഞയ്ക്കുണ്ട്. അതുകൊണ്ടാണ് ആളുകൾക്ക് സുഗമമായി ദർശനം നടത്താനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ശബരിമലയിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരോധനാജ്ഞ നീട്ടാനുള്ള ഒരു സാഹചര്യമാണോ നിലവിലുള്ളത്? അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ മേഖലയിൽ പ്രധാനമായും നിരോധനാജ്ഞ തുടരും? ജീന, കഴിഞ്ഞ 19-ാം തീയതി, അതായത് 15 മുതൽ 22 വരെ നിരോധന മണ്ഡലകാലത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ നീട്ടിയിരുന്നു, ഒരാഴ്ചത്തേക്ക് നീട്ടിയിരുന്നു. പിന്നീട് 19-ാം തീയതി നടന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് 26 വരെ നീട്ടിയത്. പിന്നീട് 26 വരെ നീട്ടിയപ്പോഴും 24-ാം തീയതി നടന്ന അറസ്റ്റാണ് 30 വരെ നിരോധനാജ്ഞ നീട്ടുന്നതിൽ പങ്കുവഹിച്ച്. നിലവിൽ സമാധാനപരമാണ്. അക്രമ പ്രവർത്തനങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ നടന്നിട്ടില്ല. എന്നാൽ തന്നെയും നിലവിലെ ഈ സമാധാനം നിലനിർത്തണമെങ്കിൽ ഒരു നിരോധനാജ്ഞയുടെ ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് ജില്ലാ പോലീസ് അധികാരിയും പോലീസും കളക്ടർക്ക് നൽകിയ, പത്തനംതിട്ട ജില്ലാ കളക്ടറായ PV നൂഹിന് നൽകിയ റിപ്പോർട്ടിൽ ഉള്ളത്. അത് പ്രകാരമായിരിക്കും ഇന്ന് ADMന്റെ റിപ്പോർട്ടുകൾ കൂടി പരിശോധിച്ചിട്ട് മാത്രമേ പത്തനംതിട്ട ജില്ലാ കളക്ടർ വൈകുന്നേരത്തോടെ തീരുമാനമെടുക്കൂ. വൈകുന്നേരം ADMും പത്തനംതിട്ട ജില്ലാ SP, ജില്ലാ അധികാരിയും കളക്ടറും എല്ലാം കൂടി ചേർന്ന ഒരു യോഗമുണ്ട്. ഇതിനുശേഷമാണ് നിരോധനാജ്ഞ നീട്ടണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാകുകയുള്ളൂ. കൂടാതെ ഇവിടേക്ക് എത്തിച്ചേരുന്ന എല്ലാവരും പറയുന്ന ഒരേയൊരു വാചകം, സുഗമമായ ദർശനമാണ് ഇവിടെ ഞങ്ങൾക്ക് സാധ്യമാവുന്നത്, സുഖകരമായ അന്തരീക്ഷമാണ്. എല്ലാം ഇവിടുത്തെ സർക്കാരിൻ്റെയും പോലീസിൻ്റെയും
പോലീസിന്റെയും കൂടിയുള്ള അവരുടെ ഇടപെടൽ കൂടിയതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് മലയാളികളും തമിഴരും അടക്കമുള്ള ഭക്തജനങ്ങൾ നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതനുസരിച്ച് മാത്രമേ നിലവിലെ ഈ സാഹചര്യത്തിന് അനുസരിച്ച് മാത്രമേ ഇന്ന് വൈകുന്നേരം ജില്ലാ കളക്ടർ ഈ കാര്യത്തിൽ നിരോധനാജ്ഞ നീട്ടണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കൂ. നിലവിൽ ഇപ്പോൾ നിലയ്ക്കൽ ശാന്തമാണ്, അതോടൊപ്പം തന്നെ പമ്പ സന്നിധാനം ശാന്തമാണ്. എന്നാൽ തന്നെയും പ്രധാനമായും 4 സ്ഥലങ്ങളിലാണ് നിരോധനാജ്ഞ നിലവിലുള്ളത്: ഇലവുങ്കൽ, നിലയ്ക്കൽ, പമ്പ, സന്നിധാനം. ഇലവുങ്കൽ ഒഴിച്ച് ബാക്കി ഈ 3 സ്ഥലങ്ങളിലും നിരോധനാജ്ഞ തുടരാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ. ജീന. തീർച്ചയായും ശബരിമലയിൽ ഇപ്പോൾ സമാധാന അന്തരീക്ഷം തിരികെ വന്നിരിക്കുകയാണ്. മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഇന്ന് 9 മണിക്ക് ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഒരുക്കണമെന്നതുമായി ബന്ധപ്പെട്ട ഒരു യോഗം ചേരുന്നുണ്ട്. നിരോധനാജ്ഞ ഇന്ന് രാത്രി തീരുന്ന സാഹചര്യത്തിൽ നിരോധനാജ്ഞ നീട്ടണമോ വേണ്ടോ എന്ന കാര്യത്തിൽ ഇന്നു തന്നെ ഒരു തീരുമാനമുണ്ടാകും. വിവരങ്ങളാണ് പമ്പയിൽ നിന്നും ഗീവർഗീസ് നൽകിയത്. ഇടവേള. കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകൾ കോളേജിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് വലയം ഭേദിച്ച് SFI കോളേജിനുള്ളിൽ കയറി കല്ലെറിയുകയും ചെയ്തു. പ്രവർത്തകരെ തുരത്താൻ പോലീസ് ലാത്തി വീശി. ഒടുവിൽ ഒരു പിടി ചാരമായി മാറിയ രാഖി കൃഷ്ണയ്ക്ക് നൽകിയ അന്ത്യകർമ്മം വികാരനിർഭര രംഗങ്ങൾക്ക് സാക്ഷ്യമേകി. ചലനമറ്റ മകളുടെ ശരീരത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞില്ല. അച്ഛൻ മകളെ അന്ത്യചുംബനം നൽകി യാത്രയാക്കി. നിന്നോട് ചെയ്തു പോയ തെറ്റിന് തങ്ങളോട് പൊറുക്കണമേ എന്നപേക്ഷിച്ച് രാഖിക്ക് ബന്ധുക്കൾ കർമ്മിയുടെ നിർദ്ദേശാനുസരണം പുഷ്പങ്ങൾ അർപ്പിച്ചപ്പോൾ കോളേജ് മാനേജ്മെന്റിന്റെ പ്രതിനിധികൾ മാത്രം എത്തിയിരുന്നില്ല. ഏങ്ങലോടെ ബന്ധുക്കൾ 19-ാം വയസ്സിൽ മാനസിക പീഡനത്തെ തുടർന്ന് ജീവനൊടുക്കിയ രാഖി കൃഷ്ണയോട് മാപ്പ് പറഞ്ഞ് പരിഹാരക്രിയകൾ ചെയ്തു. വന്നുപോയ എല്ലാ തെറ്റുകളും പുറത്ത് ഞങ്ങൾക്ക് മാപ്പ് തരണേ. രാഖി കൃഷ്ണയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നതിന് വിദ്യാർത്ഥികളും സഹപാഠികളും നാട്ടുകാരും പൊതുപ്രവർത്തകരും എത്തിയിരുന്നു. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം.